നമസ്കാരം. 6 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ കൂടി ഇനി ഭാരതത്തിന് സ്വന്തമാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുഎസിൽ നിന്ന് ഭാരതം 5691 കോടി രൂപയ്ക്ക് വാങ്ങിയ 6 എണ്ണത്തിൽ 3 എണ്ണം ജൂലൈയിൽ സൈന്യത്തിന് ലഭിക്കുമെന്നാണ് വിവരം. ഇതോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് ഒരു പടി കൂടി ഉയരുകയാണ്. ഇപ്പോൾ തന്നെ ശത്രു രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ഭയമാണ്. ഈ ഒരു വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ആ ഭയം വീണ്ടും കൂടുമെന്നും ഉറപ്പാണ്. 2020 ഫെബ്രുവരിയിലാണ് പറക്കും ടാങ്കുകൾ എന്നറിയപ്പെടുന്ന അപ്പാഷെ ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാർ യുഎസും ഭാരതവും ഒപ്പുവെച്ചത്. ബോയിങ്ങിന്റെ അപ്പാഷെ ഹെലികോപ്റ്ററുകളിൽ ആദ്യത്തെ 3 എണ്ണം ജൂലൈ 15ഓടെ ഭാരതത്തിലെത്തും. യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗസത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് 6 ഹെലികോപ്റ്ററുകളും ഇക്കൊല്ലം തന്നെ കൈമാറുമെന്ന് ഉറപ്പ് നൽകിയത്. അതേസമയം കരസേനയ്ക്ക് ആവശ്യ ക്രൂസ് എയർ സപ്പോർട്ട് നൽകാൻ ഈ ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും. വിവിധ ഭൂപ്രദേശങ്ങളിലും സാഹചര്യങ്ങളിലും ഇവ കഴിവ് തെളിയിച്ചു കഴിഞ്ഞതാണ്. ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. നൂതന സെൻസറുകൾ, ടാർഗറ്റിംഗ് റഡാർ, രാത്രി കാഴ്ച കഴിവുകൾ എന്നിവ എടുത്തു പറയണം. നൂതന ടാർഗറ്റിംഗ് സംവിധാനങ്ങൾ ഉയർന്ന കൃത്യതയോടെ ശത്രു ലക്ഷ്യങ്ങൾ ഭേദിക്കും. ആർമി ഏവിയേഷൻ കോർപ്സിൽ അപ്പാഷെകളുടെ ഉൾപ്പെടുത്തൽ സൈന്യത്തിന്റെ സ്വന്തം വ്യോമശക്തി വർദ്ധിപ്പിക്കും. കരസേനയ്ക്ക് വ്യോമസേനയുടെ അഭാവത്തിലും പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. കൂടാതെ ചെറിയ ആയുധങ്ങളുടെ വെടിവെപ്പിൽ നിന്നും ഷോപ്നെപ്പിൽ നിന്നും ക്രൂവിനെയും നിർണായക സംവിധാനങ്ങളെയും സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണിവ. ക്രാഷ് റെസിസ്റ്റന്റ് ഘടന, അനാവശ്യമായ ഫ്ലൈറ്റ് സിസ്റ്റങ്ങളുടെ ഒഴിവാക്കൽ, ഇൻഫ്രാറെഡ് സ്പെഷ്യൽ എന്നിവ എടുത്തു പറയണം. സെൽഫ് സീലിംഗ് ഇന്ധന സിസ്റ്റവും ഇത് ഉപയോഗിക്കുന്നു. പൈലറ്റിനും ഗണ്ണർ സീറ്റുകൾക്കുമിടയിൽ സുതാര്യമായ സ്ഫോടന കവചവും ഉണ്ട്. 2 ശക്തമായ ടർബോഷാഫ്റ്റ് എഞ്ചിനുകൾ ഉള്ളതാണ് ഇത്. മണിക്കൂറിൽ 279 കിലോമീറ്ററിൽ കൂടുതൽ വേഗം കൈവരിക്കാൻ കഴിയും. ഉയർന്ന ഉയരത്തിൽ കൃത്യതയോടെ പ്രവർത്തിക്കും. ജോയിന്റ് ടാക്ടിക്കൽ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉൾപ്പെടെ വിപുലമായ ഡിജിറ്റൽ കണക്ടിവിറ്റി ഉണ്ട്. അതേസമയം ഇന്ത്യൻ വ്യോമസേന 22 H-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കായി 13,952 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇവ 2019നും 2021നും ഇടയിൽ ഇന്ത്യൻ ഗാരേജിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു. നിലവിൽ ഇന്ത്യൻ ആർമിക്കായി ഓർഡർ നൽകിയ 6 അധിക AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ഡെലിവറിയാണ് ജൂലൈയിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിനായി ഏകദേശം 5691 കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.